വന്ന പോലീസുകാർ അങ്ങനെ തന്നെ, ബോയ്സും അങ്ങനെ തന്നെ. പോലീസുകാരെ കൊണ്ട് ഒരു നേട്ടമില്ല മക്കളെ. ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ആര് ഭരിച്ചാലും ഉണ്ടാവും. പോലീസ് കാണിക്കുന്ന അതിക്രമം സർക്കാർ അതിന് കൂട്ടുനിൽക്കുന്നു, വേറെ പറയാനുള്ളൂ. ആ നിലനിൽപ്പനുസരിച്ചോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അനുസരിച്ചോ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പൊതുവേ ഉണ്ട്. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഞാൻ ആഭ്യന്തരം നോക്കുന്നു. പക്ഷേ ഇത്രയും പരാജയം വേറെ ഇതിലില്ല. സ്ത്രീകൾക്ക് സുരക്ഷ നൽകുകയും സ്ത്രീകൾക്ക് ഒപ്പമെന്നും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന സർക്കാർ, അതും ആഭ്യന്തരം കൈയാളുന്ന നമ്മുടെ മുഖ്യൻ, അദ്ദേഹം കാണുന്നില്ലേ അദ്ദേഹത്തിൻ്റെ സ്വന്തം വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ സ്ത്രീകളോട് കാണിക്കുന്ന മോശം പെരുമാറ്റം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ മോശം പ്രവൃത്തികളെക്കുറിച്ചൊന്നും നമ്മുടെ മുഖ്യൻ കാണുന്നില്ലേ എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്ക് നേരെ എന്ത് പ്രശ്നമുണ്ടായാലും മുഖ്യൻ പ്രതികരിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ വെറും വാക്കാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളുടെയും സംശയം. മാത്രമല്ല ഇത്തവണത്തെ തോൽവിക്ക്, അതായത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ മോശം ഉദ്യോഗസ്ഥരുടെ ഭരണം കൂടിയാണോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് പറയണത്, സ്ത്രീകൾക്ക് സുരക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ ഭരണം? സുരക്ഷയാണെന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്, വിമർശിക്കുന്നവരെയും കാണാം. അല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് സ്ത്രീകൾക്ക് നേരെ പോലീസ് സ്റ്റേഷനിലുണ്ടായ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ അത് ന്യായീകരിക്കുന്നില്ല. അല്ല, അതാണ് ചോദിച്ചത്. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ നമ്മൾ വീണ്ടും വച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്താണ്? കാരണം ഇതൊന്നും നമ്മുടെ മുഖ്യം കാണുന്നില്ലേ എന്നുള്ളതാണ്. മുഖ്യം കാണുന്നില്ലെന്നുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ അത് മുഖ്യം അറിയേണ്ടതാണ്. അത് പരാതി കൊടുക്കുമ്പം പുള്ളിക്കാരൻ അതിന് പ്രതിവിധി കാണുകയും ചെയ്യും. ഒന്നല്ല, ഇത് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പോലീസുകാരിൽ നിന്ന് ഒരുപാട് ഇല്ലേ മോശമായിട്ടുള്ള ഒരു ഇത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ ആ സമയത്ത് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മുതിർന്ന ഓഫീസർമാരിൽ നിന്നാണ് ഇത്തരത്തിലൊരു അനുഭവങ്ങൾ ഓരോ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ചിലപ്പം കാലാവധി കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്താണോ സംഭവിക്കുന്നത് ഒരാഴ്ചക്കകത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അല്ല, അങ്ങനെ പൊതുവെ പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണോ എന്നുള്ളതാണ്. അല്ല, എന്നെ സംബന്ധിച്ചോളം യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. നീതി നിയമമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടെന്ന് വെച്ചാൽ, അവരുടെ നിയമപരമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അതിന് അടിസ്ഥാന കാരണമായിട്ട് പറയേണ്ടത് ഈ പാർട്ടിപരമാവുന്ന ഒരു ഇടപെടലുകൾ മെയിനായിട്ടുണ്ട്. അതാണ് അടിസ്ഥാനപരമായിട്ട്. അത് ഏതൊരു ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചായാലും അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പനുസരിച്ചോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അനുസരിച്ചോ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പൊതുവേ ഉണ്ട്. ഒരു തെറ്റ് കാണുന്ന ഒരു സ്ത്രീയെ തന്നെ ആക്രമിക്കുന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിന്നിട്ട് ആ മനസാക്ഷി അനുസരിച്ച് ഞാൻ അവരോട് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ പിടിക്കും. അപ്പം സംഭവം ഇത് വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ന് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് കണ്ടില്ല എന്ന് നടിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് പൊതുവേ ഉള്ളത്. കണ്ടില്ല, കേട്ടില്ല, മിണ്ടില്ല, ആ ഒരു അവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. പലരും ഇത് പേടിച്ചാണോ ഒന്നും തന്നെ 90% അത് തന്നെയായിരിക്കണം. അല്ലാതെ എല്ലാവർക്കും പ്രതികരണ ശേഷി ഉണ്ടല്ലോ, ഉണ്ട്. അവർ ഇന്ന് നമ്മുടെ കേരളം വിദ്യാഭ്യാസമായാലും അവർക്ക് പണ്ടത്തെ കാലമല്ല. ഇന്ന് വിവരവും ഒരു ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിയുടെ നമ്മൾ ചോദിച്ചു നോക്കട്ടെ, അവർ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മറുപടി ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പം എന്തായാലും ബുദ്ധിയില്ലെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പറയാൻ പറ്റൂല. പിന്നെ ഇതാണ് പേടി. എല്ലാവർക്കും അവരവരുടെ ജീവനല്ലേ പേടി. അത് പേടിച്ച് ആരും ഒന്നും പറയില്ല. കണ്ടാൽ പോലും കണ്ടില്ല എന്ന് അടിച്ചു പോകുക എന്നൊരവസ്ഥ. ഭരണ സംവിധാനം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഭരണ സംവിധാനം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആരുടെയും കാര്യം എല്ലാവരും മെച്ചം തന്നെയാണ്, ഒന്നിനൊന്ന്. അല്ലിപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിന് സപ്പോർട്ട് പലരും കാണും. നമ്മൾ അത് നേരിടാനായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവരാരും കാണൂല, നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ കാണൂ. അതാണ് ഇന്നത്തെ നമ്മൾ കണ്ടുവരുന്ന ഒരു അവസ്ഥ. അതാണ് പൊതുവെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ എന്താ ആഭ്യന്തരം, ആർക്ക് എന്ത് നീതിയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത്? ഒരു നീതിയും കിട്ടുന്നില്ല. സ്ത്രീകൾക്കൊപ്പം സ്ത്രീകളോടാണെന്നൊക്കെ പറയുന്ന സർക്കാർ ഇപ്പോൾ ഇടയ്ക്കുണ്ടായ വിഷയങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യമില്ല. അവർ പറയുന്നില്ല, ആഭ്യന്തരം ഏറ്റവും വലിയ പരാജയം ഈ ആഭ്യന്തരമാണ്. ഇതുവരെ കേരളം ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഞാൻ ആഭ്യന്തരം നോക്കുന്നു. പക്ഷേ ഇത്രയും പരാജയം വേറെ ഇല്ല. കാരണം സ്ത്രീകളെ എല്ലാവരും ഒരുപോലെയല്ലേ കാണേണ്ടത്. അല്ലാതെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം നിയമം ഒന്ന്, മറ്റുള്ളവർക്ക് എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന മുഖ്യൻ്റെ അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അത് അയാൾ പറയണം. ആ ഒരു
അയാൾ പറയുന്നത് ഇത് എൻ്റെ ആൾക്കാരാണെങ്കിൽ അവരുടെ മിനിസ്ട്രിയിലുള്ള ആൾക്കാരുടെ അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് എന്തും ആവാം. അപ്പോൾ പോലീസുകാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല ഇല്ല എന്നുള്ളത് എന്നുള്ളത് 100%. സ്ത്രീകളോട് കാണിക്കുന്ന ഈ അതിക്രമങ്ങളോട് എങ്ങനെയാണ് ചേട്ടൻ്റെ പ്രതികരണം? ഇപ്പോൾ ഒരുത്തിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല, സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ അടിച്ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും മോശമായ കാര്യമല്ലേ? ഇതൊന്നും നമ്മൾ മുഖ്യം കാണുന്നില്ല എന്നുള്ളത്. ആര് പറഞ്ഞു കാണുന്നില്ല? എല്ലാം കാണുന്നുണ്ട്, എല്ലാവരും കാണുന്ന പാർട്ടിക്കാരെല്ലാം കാണുന്നുണ്ട്. അവരൊക്കെ ഒത്താശയോട് എൻ്റെ പോലീസ് എന്നല്ലേ മുഖ്യൻ പറയുന്നത്, പിന്നെന്ത് ചെയ്യും? അതാണ് അവരുടെ വാർഡിനെ അവർ ഇത് ചെയ്യുന്നു, അവർ ജയിക്കുന്നു. അല്ല അത് പിന്നെ പ്രത്യേകിച്ച് പാർട്ടിക്കാരാണെങ്കിൽ വേറെ ഒന്നും വേണ്ട, അവരവിടെ വിജയിക്കും. അതെ, പോലീസ് സംവിധാനം, അതായത് ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് പറയണത്. എങ്ങനെയാണ് ചേട്ടൻ്റെ അഭിപ്രായം? ഈ അഭിപ്രായം എനിക്ക് തെറ്റായാണ് രീതി. കാരണം ഒരു കാരണവശാലും ഈ ജനമൈത്രി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പോലീസ് സംവിധാനം തെറ്റാണ്. കാരണം നമ്മളെ ജീവിതത്തിൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയല്ല. ഒരു പെൺകുട്ടിക്ക് പോലും നടന്നു പോകാനോ ഒരു ജീവിതത്തിൽ അങ്ങനെ ചെയ്യാനോ കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സംവിധാനം. കാരണം ഇന്നലെയും ഒരു പുരുഷനെ, അത് ആദിവാസി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, അങ്ങനെയും കൊല ചെയ്യപ്പെടുന്ന ആദിവാസിയല്ല, ഒരു സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന തെറ്റായ ചിന്താഗതി ഈ സർക്കാർ കാണാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളെ ചിന്താഗതി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആദിവാസി ആയിക്കോട്ടെ, ഒരാൾ നേരത്തെ മരിച്ചുപോയി, എന്നിട്ടും അവർ ചിന്തിക്കേണ്ടെന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അപക്വമായ ഒരു സംവിധാനമാണ് ഇത്. ഇപ്പം ഏറ്റവും കൂടുതൽ അവർ വിശ്വസിക്കുന്നത്, ആര് വിശ്വസിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൈയടക്കിയെന്ന് വെച്ചോളൂ, കുഴപ്പമില്ല. എന്നാലും അവരെ ആ തോതിലുള്ള ആ കാര്യങ്ങൾ, അയ്യപ്പൻ്റെ കാര്യമായാലും ക്ഷേത്രത്തിൻ്റെ കാര്യമായാലും സർക്കാരിൻ്റെ കാര്യമായാലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു സർക്കാർ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നാളെ ആയാലും അങ്ങനെ ആയിരിക്കണം, അങ്ങനെ തന്നെ ജീവിക്കാൻ വേണം. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്തുകൊണ്ടാണ് ചേട്ടാ? അവരുടെ പ്രവൃത്തി അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് 2 സ്ത്രീകൾക്ക് നേരെയൊക്കെ ഉണ്ടായ പോലീസിന്റെ അതിക്രമമൊക്കെ നമ്മുടെ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. പോലീസ് കാണിക്കുന്ന അതിക്രമം സർക്കാർ അതിന് കൂട്ടുനിൽക്കുന്നു, ഇത്രേ പറയാനുള്ളൂ. അല്ല, ചില സ്ത്രീകൾക്ക് മാത്രം, അതായത് ചിലർക്ക് സപ്പോർട്ടാണ്, സ്വാധീനമുള്ളവർക്ക് സപ്പോർട്ടുണ്ട്, അല്ലാത്ത പാവങ്ങളാരും എല്ലാം വെള്ളത്തിലാണ്, ഞാൻ ഉൾപ്പെടെ. ഇപ്പോഴത്തെ നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 2 ദിവസത്തിന് മുന്നേയൊക്കെ നമ്മൾ വായിച്ച വാർത്തകളൊക്കെ കേട്ടായിരുന്നില്ലേ? അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അല്ല, എല്ലാവർക്കും നീതി കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല എന്നൊരു പരാതി പൊതുവേ ഉണ്ട്. എനിക്കങ്ങനെ പരാതിയില്ല. ഇല്ല, അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ആര് ഭരിച്ചാലും ഉണ്ടാവും. അല്ല, ഭരണത്തിനെന്നല്ല, നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ്. അത് എങ്ങനെയായാലും ഉണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പണ്ടും ഉണ്ടാവുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അല്ല, ഇതിനെതിരെ സർക്കാർ പറയുന്നത് സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളോടാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് എല്ലാവരിലും ആ നീതി എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എത്തുന്നുണ്ട്, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ആണേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല മക്കളെ, ഇല്ല. എന്തുകൊണ്ടമ്മ അങ്ങനെ പറയാൻ കാരണം? അവർ അങ്ങനെ ആയിപ്പോയി. പെണ്ണുങ്ങളെ പോലെ തന്നെ ഇവിടെ നടക്കുന്ന പെണ്ണുങ്ങളെ പോലെ തന്നെ പോലീസുകാർ അങ്ങനെ തന്നെ കൈമണി വാങ്ങിക്കാനും കൂട്ടുകൊടുക്കാനും പെൺ പോലീസുകാർക്ക് നേട്ടമുള്ളൂ. പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾ പരാതിയുമായിട്ട് ചെന്നാൽ അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ഈ അതാണ്ട് അതിനകത്ത് എന്തെല്ലാം അടിമയും നടക്കണേ. നമ്മൾ പോയി പറഞ്ഞല്ലേ, ഒരു പോലീസുകാർ ഒന്നിനെ എടുക്കണില്ല, ഒരു വഴിയെ എടുക്കണില്ല. ആണായാലും പെണ്ണായാലും അവരെ കൂട്ടി കൊടുക്കണം. അല്ലാണ്ട് ഈ മന്ത്രിയെ പോലെ കൂട്ടി കൊടുക്കണം പോലീസുകാർ. ഒന്നും പറയുന്നില്ല. ഇപ്പം മോളിപ്പോൾ പോയി അവിടെ നോക്കണം എന്തെല്ലാം നടക്കണുണ്ട്. മടിയിൽ കിടക്കണത് ഈ പോലീസുകാർ വണ്ടിയും കൊണ്ട് വച്ചോണ്ട് നിൽക്കണേ, പിടിക്കണം. അപ്പോൾ വന്ന പോലീസുകാർ അങ്ങനെ തന്നെ, ബോയ്സും അങ്ങനെ തന്നെ. പോലീസുകാരെ കൊണ്ട് ഒരു നേട്ടമില്ല മക്കളെ. ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു നീതി നേടില്ല. നമ്മൾ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞല്ലേ, പോയി കിളയി പോ എന്ന് പറഞ്ഞയക്കണല്ലാണ്ട് അവരാരും ഒരു നേട്ടം എടുക്കുന്നില്ല മക്കളെ. വെറുതെ തന്നെ വന്ന പോലീസുകാർ കാർ കൊണ്ട് നടക്കണേ, വലിയ കാര്യത്തിൽ നടക്കണേ. അവർ ഗമ കാണിക്കണല്ലാണ്ട് കാര്യത്തിനൊന്നുമില്ല. അമ്മ എന്തെങ്കിലും പരാതിയുമായിട്ട് പോയിട്ടുണ്ട് മക്കളെ? എന്താണ്? ഒരുത്തൻ എന്നെ തൊടയിൽ ഞാൻ നുള്ളി. അപ്പോൾ അവിടെ വണ്ടി കിടന്ന് ഞാൻ ലേഡീസ് ചുവന്നൊരു കാറ്, ഞാൻ സാറേ പിങ്ക് പോലീസ്. പിങ്ക് പോലീസ്. അമ്മ നിങ്ങൾ വയസ്സായി കളിയാറില്ല, കുഴപ്പമില്ല, സാരമല്ല പോകാൻ പറഞ്ഞു. അത് പിന്നെ ആർക്കും ഒരു കംപ്ലൈൻറ്റ് പോവില്ല. തിരികെ 2 അടി കൊടുക്കാനേ തോന്നുള്ളൂ അവന്മാർക്ക്. പോലീസ് അടവിനായിട്ട് നമ്മൾ തന്നെ 2 കൊടുത്താൽ മതി, അവന്മാർ മര്യാദ മതി മക്കളെ. പോലീസിൻ്റെ സഹായം വേണ്ടെന്നാണ്? വേണ്ട. എന്തിനു മക്കളുടെ സഹായം?
നമുക്ക് രണ്ട് കൊടുത്താൽ മതി മക്കളെ. എത്രയും ബസ്സിൽ എന്തെല്ലാം അഴിമതി നടക്കണേ. ഈ പോലീസർ എന്തെങ്കിലും നടപടി എടുക്കണം. അതിൻ്റെ മണ്ടയിൽ നടപടി എന്തെല്ലാം നടക്കണം അഴിമതി. അവരാരും ഒന്നും എടുക്കണില്ല. അതൊക്കെ നമ്മളായി സ്വയമേ നോക്കണം. നമ്മളെ സ്വയം സൂക്ഷിക്കുക. അല്ലാതെ പോലീസിനെ കൊണ്ടൊരു ഇതുമില്ല, ഒരു ഗുണമില്ല മക്കളെ. അതിനായിട്ട് നമ്മളെ പോലീസറായിട്ട് എടുത്താൽ എന്തെല്ലാം നേട്ടം കാണും മക്കളെ. സത്യം മക്കളെ. നമ്മളെ ഈ തെണ്ടി കിടക്കുന്ന ഞാൻ ഒരിടത്ത് തൂക്കമ്പ് വേണം മക്കളെ. നേമത്ത് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എന്ത് അവിടുത്തെ ലേഡീസ് പോലീസുകാർ മക്കൾ കണ്ടിട്ടുണ്ടോ? സുന്ദരം. ഒരു കംപ്ലൈൻറ്റ് പോയി പറഞ്ഞാൽ നമ്മളെ കൂടെ വണ്ടി കയറ്റി ഇന്ന ആളെ തൂക്കി അവിടെ കൊണ്ട് ഇരുത്തും. അതായത് എല്ലാവരെയും അമ്മ മോശമൊന്നും പറയുന്നില്ല, ചിലർ മാത്രം. എല്ലാവർക്കും മോശമൊന്നുമില്ല. നേമത്തുള്ള പോലീസുകാർ എല്ലാം നല്ല ഡീസൻ്റാണ്. ലേഡീസ് എല്ലാ ആൾക്കാരും. പോലീസ് സ്റ്റേഷൻ നല്ല പോലീസ് സ്റ്റേഷനാണ്. നേമം പോലീസ് സ്റ്റേഷൻ നല്ലതാണ് മക്കളെ. സത്യം. മക്കളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു ചെറിയ ഫോൺ ചെയ്തിട്ട് മക്കൾ എന്തെങ്കിലും പറഞ്ഞു നോക്കണം. അപ്പോൾ വരി നല്ലൊരു പോലീസ് സ്റ്റേഷൻ നേമം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നീതിയും ന്യായവും ലഭിക്കുന്നുണ്ട് അവിടെ. നല്ല ന്യായമുണ്ട് മക്കളെ. എൻ്റെ മോള് അടിച്ചു ഒന്ന് കെട്ടി തൂക്കി. പയ്യൻ ഭർത്താവ് ലവ് മാരേജ് ആയിരുന്നു. TV ജോലിയായിരുന്നു. അവിടെ വെച്ച് പ്രേമിച്ച് പോയി എൻ്റെ മോളെ കൊന്ന്. നേമം പോലീസുകാരെ ഉള്ളായിരുന്നു മക്കളെ. ലേഡീസ് എൻ്റെ വനിതാ പോലീസും ബോയ്സ് പോലീസും നല്ല ആൾക്കാരാണ്. അതേപോലെ പോലീസ് വേറെ ഒരിടം ഇല്ല. സത്യം.